ലോകമെമ്പാടുമുള്ള നയതന്ത്ര നിരീക്ഷകരുടെ ഉറക്കം കെടുത്തുന്ന ഒരു പുതിയ സംഭവ വികാസമാണ് കിഴക്കൻ ഏഷ്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ചൈനയും ജപ്പാനും തമ്മിലുള്ള ബന്ധം തായ്വാൻ വിഷയത്തിൽ അങ്ങേയറ്റം വഷളാവുകയാണ്. ഏതെങ്കിലും തരത്തിൽ തായ്വാനിൽ ഒരു സൈനിക സംഘർഷം ഉണ്ടായാൽ, തങ്ങളുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണി ഉണ്ടായാൽ ജാപ്പനീസ് സേനയെ വിന്യസിക്കാൻ സാധ്യതയുണ്ട് എന്ന ജപ്പാൻ പ്രധാനമന്ത്രി സനായ് തകാച്ചിയുടെ പ്രസ്താവനയാണ് പുതിയ നയതന്ത്ര പ്രതിസന്ധിക്ക് തിരികൊളുത്തിയിരിക്കുന്നത്. ചൈന ഈ പ്രസ്താവനയെ അതീവ രൂക്ഷമായിട്ടാണ് നേരിട്ടത്. ഒരു ചൈനീസ് നയതന്ത്രജ്ഞൻ ജപ്പാൻ പ്രധാനമന്ത്രിക്ക് നേരെ നടത്തിയ അതിഗുരുതരമായ ഭീഷണി കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയിട്ടുമുണ്ട്. കിഴക്കൻ ഏഷ്യയുടെ സമാധാനത്തിന് തന്നെ ഭീഷണി ഉയർത്തുന്ന ഈ പുതിയ സംഘർഷത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. കഴിഞ്ഞ മാസം ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ സനായ് തകായിച്ചി ചൈനയുടെ കാര്യത്തിൽ കടുത്ത നിലപാടെടുക്കുന്ന നേതാവായിട്ടാണ് അറിയപ്പെടുന്നത്. സനായ് പാർലമെന്ററി കമ്മിറ്റിയിൽ നടത്തിയ പ്രസ്താവന ജപ്പാന്റെ പ്രതിരോധ നയത്തിലെ ഒരു സുപ്രധാന മാറ്റത്തിന്റെ സൂചനയാണ് നൽകുന്നത്. പ്രധാന പ്രസ്താവന ഇതാണ്: ചൈനീസ് സൈന്യം തായ്വാനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ അത് ജപ്പാനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന് ഭീഷണിയായ ഒരു സാഹചര്യമായി കണക്കാക്കാൻ സാധ്യതയുണ്ട്. എങ്കിൽ കളക്റ്റീവ് സെൽഫ് ഡിഫൻസ് തങ്ങളുടെ സഖ്യകക്ഷികളെ സഹായിക്കുന്നതിനായി ജപ്പാന്റെ സുരക്ഷ അപകടത്തിലാക്കുന്ന സാഹചര്യങ്ങളിൽ സൈനിക നടപടിക്ക് അനുമതി നൽകുന്ന 2015 സുരക്ഷാ നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ് തകായിച്ചി ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. തായ്വാൻ ജപ്പാന്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തുള്ള ദ്വീപായ യോനഗുനയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ മാത്രം അകലെയാണ്. അതുകൊണ്ട് തന്നെ തായ്വാനിൽ ഒരു സംഘർഷം ഉണ്ടായാൽ അത് ജപ്പാന്റെ സുരക്ഷയും അതുപോലെ സമുദ്ര ഗതാഗതത്തെയും നേരിട്ട് ബാധിക്കുമെന്നാണ് ജപ്പാനിന്റെ വിലയിരുത്തൽ. എന്നാൽ തകായിച്ചിയുടെ ഈ നിലപാട് പതിറ്റാണ്ടുകളായി ജപ്പാൻ സ്വീകരിച്ചു പോന്ന തന്ത്രപരമായ അവ്യക്തത എന്ന നിലപാടിന് വിരുദ്ധമാണ്. കൂടാതെ ഇത് ചൈനയെ പ്രകോപിപ്പിക്കാനുള്ള ഒരു തുറന്ന ശ്രമമായിട്ടാണ് ചൈന വ്യാഖ്യാനിക്കുന്നത്. തകായിച്ചിയുടെ പ്രസ്താവനയോടുള്ള ചൈനയുടെ പ്രതികരണം വളരെ രൂക്ഷമായിരുന്നു. ജപ്പാനിലെ സോക്കോയിലെ ചൈനീസ് കോൺസൽ ജനറലായ സ്യൂജിയാൻ സോഷ്യൽ മീഡിയയിൽ നടത്തിയ ഒരു പോസ്റ്റാണ് നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാക്കിയത്. പ്രകോപനപരമായ പോസ്റ്റ് ഇങ്ങനെയാണ്. തകായിച്ചിയുടെ പരാമർശം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം കുറിച്ചു: നമ്മുടെ നേർക്ക് നീളുന്ന ആ കഴുത്ത് ഒരു നിമിഷം പോലും മടിക്കാതെ നമുക്ക് വെട്ടിമാറ്റേണ്ടി വരും. നിങ്ങൾ തയ്യാറാണോ? ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഈ പോസ്റ്റിനെ കുറിച്ച് നേരിട്ട് അഭിപ്രായം പറയാതെ തകായിച്ചിയുടെ പ്രസ്താവനയെ ചൈനയുടെ ആഭ്യന്തര കാര്യത്തിലുള്ള ഇടപെടലെന്ന് വിശേഷിപ്പിച്ചു. ചൈനയുടെ റെഡ് ലൈനായ തായ്വാൻ വിഷയത്തിൽ പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് ജപ്പാൻ വിട്ടുനിൽക്കണമെന്നും ബീജിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചൈനീസ് നയതന്ത്രജ്ഞന്റെ ഭീഷണിക്കെതിരെ ജപ്പാൻ ശക്തമായ പ്രതിഷേധം ചൈനയെ അറിയിക്കുകയും പോസ്റ്റ് അങ്ങേയറ്റം അനുചിതമാണ് എന്ന് ജപ്പാൻ സർക്കാരിന്റെ വക്താവ് മിനോറു കിഹാര പ്രതികരിക്കുകയും ചെയ്തു. ഭീഷണി നിറഞ്ഞ പോസ്റ്റ് പിന്നീട് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തായ്വാൻ ചൈനയുടെ അവിഭാജ്യ ഘടകമാണെന്നും വൺ ചൈന പ്രിൻസിപ്പിൾ ലംഘിക്കുന്ന ഏത് നീക്കവും അന്താരാഷ്ട്ര നീതിക്ക് എതിരാണെന്നും ചൈന ആവർത്തിച്ച് വ്യക്തമാക്കി. ഈ നയതന്ത്ര പ്രശ്നം കേവലം ഒരു വാക്പോര് മാത്രമല്ല, കിഴക്കൻ ഏഷ്യൻ മേഖലയിൽ നിലനിൽക്കുന്ന ആഴത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളെയാണ് എടുത്തു കാണിക്കുന്നത്. ചൈനയും ജപ്പാനും ലോകത്തിലെ പ്രധാന വ്യാപാര പങ്കാളികളാണ്. എന്നാൽ തായ്വാൻ ചരിത്രപരമായ തർക്കങ്ങൾ, കിഴക്കൻ ചൈന കടലിലെ സെൻകാക്കു ദ്വീപുകളുടെ പേരിലുള്ള തർക്കം എന്നിവ കാരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എപ്പോഴും സംഘർഷഭരിതമാണ്. ഇനി ജപ്പാൻ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുരക്ഷാ സഖ്യകക്ഷിയാണ്. തായ്വാനിൽ ചൈന ഒരു സൈനിക നീക്കം നടത്തുകയാണെങ്കിൽ അത് US ജപ്പാൻ സഖ്യത്തിന്റെ സംയുക്ത സൈനിക ഇടപെടലിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ തകായിച്ചിയുടെ പ്രസ്താവന ഈ സാധ്യതയ്ക്ക് ഔദ്യോഗികമായി അടിവരയിടുന്നുണ്ട്. അതുപോലെ ചൈനീസ് നയതന്ത്രജ്ഞന്റെ ഭീഷണി നിറഞ്ഞ സ്വരത്തിൽ തായ്പേയ് ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ചൈനയുടെ ഭീഷണിപ്പെടുത്തൽ മേഖലയുടെ സമാധാനത്തിന് പ്രശ്നമാണ് എന്നാണ് തായ്വാൻ ആരോപിക്കുന്നത്. ചൈനീസ് മാധ്യമങ്ങളും തകായിച്ചിക്കെതിരെ രൂക്ഷമായ ആക്രമണം നടത്തുന്നുണ്ട്. നിലവിലെ സ്ഥിതിഗതികൾ കണക്കിലെടുക്കുമ്പോൾ ജപ്പാനും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായേക്കാം. ജപ്പാൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന തായ്വാൻ സംഘർഷത്തെ ജപ്പാന്റെ ദേശീയ സുരക്ഷാ പ്രശ്നമായി പരസ്യമായി പ്രഖ്യാപിച്ചതിന് തുല്യമാണ്. ഈ വിഷയം നയതന്ത്രപരമായി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതാണ് ഇരു രാജ്യങ്ങൾക്കും മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ മേഖലയിലെ സൈനികമായ തയ്യാറെടുപ്പുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കിഴക്കൻ ഏഷ്യൻ മേഖല നിലവിലൊരു നയതന്ത്ര തീവ്ര മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകശക്തികൾ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സംഘർഷം ആഗോള വ്യാപാരത്തെയും അതുപോലെ സമാധാനത്തെയും എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ലോകം.